എടക്കാട് പോലുള്ള ഒരു ഗ്രാമപഞ്ചായത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പട്ടികവർഗ മേഖലയിൽ പട്ടികജാതി മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്ത്, അതുപോലെ തൊഴിലാളി വർഗ്ഗങ്ങൾക്കിടെ ഇടയിൽ നിലനിൽക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്ത്, തൊഴിൽ മേഖലയുടെ വികസനത്തിന് ഏറെ സാധ്യതയുള്ള ഒരു ഗ്രാമപഞ്ചായത്ത്, എങ്കിലും അത്ര തന്നെ വികസനങ്ങൾ നടക്കാത്ത ഒരു ഗ്രാമപഞ്ചായത്ത്. ഇവിടെ രാഷ്ട്രീയപരമായ പ്രസക്തി ഉണ്ടാവുകയാണ്. പ്രത്യേകിച്ച് UDF, LDF, അതുപോലെ BJP, മറ്റൊരു മുന്നണി കൂടി നമ്മൾ ഇപ്പോൾ കാണാൻ വേണ്ടി പോവുകയാണ്. ഏകദേശം ജനപക്ഷ മുന്നണിയാണ് ഇവിടെ മത്സരിക്കുന്നത്. പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായ ചില കാര്യങ്ങൾ പറയാനുണ്ടാവും. അതുപോലെ തന്നെ പ്രത്യേക സാഹചര്യം നിലനിൽക്കുന്ന എടക്കാട് പോലുള്ള ഒരു ഗ്രാമപഞ്ചായത്തിൽ എങ്ങനെയാണ് ജനപക്ഷ മുന്നണിയുടെ പ്രവർത്തനങ്ങൾ, രാഷ്ട്രീയപരമായ ഇടപെടൽ, ജനകീയമായ മുന്നേറ്റം? ഇപ്പോൾ കേരളത്തിൽ ആകമാനം നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവർ അധികാരത്തിൽ വന്നതിന് ശേഷം ജനങ്ങളെ അവർക്ക് നൽകിയ വാഗ്ദാനങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഈ എടക്കാടിൻ്റെ ഈ പ്രദേശങ്ങളിൽ മറ്റ് UDFും LDFും പോലുള്ള രാഷ്ട്രീയ മുന്നണികൾ അവർ ഇതുവരെ അധികാരത്തിൽ വന്നിട്ട് നാട്ടിൻ്റെ ഈ സമഗ്രമായ വികസനത്തിന് വേണ്ടിയിട്ടോ അതിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടോ നല്ല ഒരു സംഭാവന നൽകുവാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് ഞങ്ങൾ 9-10 വാർഡുകളിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രതിനിധികൾ വാർഡുകളിൽ പോയി അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചത്. അവരുടെ അമർഷങ്ങളും നീരസങ്ങളുമൊക്കെ നമ്മോടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കാലയളവിൽ ജയിച്ച് ഗ്രാമപഞ്ചായത്തുകൾ എത്തുകയും എന്നാൽ ഒരിക്കൽ പോലും ആ ഗ്രാമപഞ്ചായത്തിലെ വീടുകളോ പ്രശ്നങ്ങളോ കാണുവാനോ പരിഹരിക്കുവാനോ തയ്യാറില്ലാത്ത ജനപ്രതിനിധികളാണ് ഉണ്ടായിരുന്നത് എന്ന് മിക്ക സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് വ്യക്തമായ അറിവുകൾ ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജനപക്ഷ മുന്നണി ഇപ്പോൾ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്. അത് പൂർണ്ണമായി കൈകാര്യം ചെയ്യുവാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നുള്ള ഉറപ്പ് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഉള്ള ജനപക്ഷത്ത് നിൽക്കുന്ന പൊതുജനങ്ങളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ജാതി മത കക്ഷിഭേദമന്യേ ഒരു മുന്നണി ഇവിടെ രൂപീകരിക്കുകയും രാഷ്ട്രീയമായ ഇടപെടലുകൾ നടത്തുവാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ അറിയിക്കാം. അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ഇല്ലാത്ത ഒരു ജനസമൂഹം, അല്ലെങ്കിൽ കൃത്യമായ അവരുടെ ജീവിതത്തിനുള്ള ഒരു സാഹചര്യം പോലും ഇല്ലാത്ത ഒരു ജനസമൂഹം, ആ ജനസമൂഹത്തിനിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ തന്നെ കൃത്യമായ ഇടപെടലുകൾ, രാഷ്ട്രീയപരമായ ചില കാഴ്ചപ്പാടുകൾ ഉണ്ടാകും ജനക്ഷേമ മുന്നണിക്ക്. എന്താണ് ഈ രാഷ്ട്രീയപരമായ കാഴ്ചപ്പാടുകൾ എന്താണ്? അതുപോലെ തന്നെ കൃത്യമായ അടിസ്ഥാന വർഗത്തിൻ്റെ ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പ്രാദേശിക ഭരണകൂടങ്ങളിലേക്ക് വേണ്ടുന്ന തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ വേളയിൽ എവിടെയാണ് ഇത്തരത്തിലുള്ള അടിസ്ഥാന വർഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ പോകുന്നത്? ഞങ്ങളിപ്പോൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് 3 വാർഡുകളിലാണ്. ഈ 3 വാർഡുകളിൽ സമാജ്വാദി കോളനി എന്ന് പറയുന്ന ഒരു കോളനി നിലനിൽക്കുന്ന ഒരു വാർഡാണ് 14-ാം വാർഡ്. അവിടെ ഇപ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യരെ പോലെയല്ല പുഴുക്കളെ പോലെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗം വളരെ അടുത്തടുത്ത്, അതുപോലെ തന്നെ വെള്ളവും അതുപോലെ തന്നെ മലവുമൊക്കെ ഒരുമിച്ച് പോകുന്ന രൂപത്തിലുള്ള ഒരു വല്ലാത്ത വൃത്തിഹീനമായ ചുറ്റുപാടുകൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവിടെ ഇടപെട്ട് അവർക്ക് വേണ്ടുന്ന പരിഹാര മാർഗ്ഗങ്ങൾ കാണിച്ചു കൊടുത്തില്ല എന്നുള്ള സത്യം നിങ്ങൾക്കിവിടെ അവിടെ സന്ദർശിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്ന കൃത്യമായ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൃത്യമായ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ജനവിഭാഗങ്ങളാകുന്നത് എന്തുകൊണ്ട്? അവരെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് കൊണ്ടാണ്. അവർക്ക് വ്യക്തമായി എന്തെങ്കിലും ചെയ്യുവാൻ പറ്റുന്ന രൂപത്തിൽ ഇവർ മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ പോലും അവർ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർ ഭയത്താലെയാണ് ഒരുപക്ഷെ അവർക്ക് വോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റ് പ്രേരണകളെയാണ് അവർക്ക് വോട്ട് ചെയ്യുന്നത്. പക്ഷേ അവർക്ക് വോട്ട് ലഭിച്ചതിന് ശേഷം പിന്നീട് അവർ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. ജനപക്ഷ മുന്നണി എടക്കാട് കൃത്യമായും ഇത്തരത്തിൽ ഒരു പ്രതിനിധിയെ തന്നെ ഈ ജനവിഭാഗത്തിനിടയിലുള്ള അടിസ്ഥാന വർഗത്തിൻ്റെ പ്രശ്നങ്ങൾ അറിയുന്ന അടിസ്ഥാന വിഭാഗത്തിൽ നിന്ന് തന്നെ ഒരു പ്രതിനിധിയെ കൊണ്ടുവരാനുള്ള ഒരു കാരണം എന്താണ്? ഈ നേരത്തെ പറഞ്ഞത് തന്നെയാണ് കാരണം പുറമേ ഉള്ളവർ അവർ ഈ അടിസ്ഥാന വിഭാഗത്തിലേക്ക് സ്ഥാനാർത്ഥിയായി നിൽക്കുകയും ജയിച്ചു വരികയും ചെയ്തതിന് ശേഷം പോലും അവർ വിജയിച്ചു എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ അവർക്ക് നിറവേറ്റുവാൻ വേണ്ടി സാധിച്ചിട്ടുള്ളൂ. മറിച്ച് വാഗ്ദാനങ്ങളൊക്കെയും വെറും പൊള്ള വാഗ്ദാനങ്ങളായി ബാക്കി നിൽക്കുകയും എന്നാൽ അവർക്ക് വേണ്ടുന്ന എല്ലാം ചെയ്യുവാൻ സാധിക്കുന്നവർ ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരിൽ നിന്ന് തന്നെ ഒരു പ്രതിനിധിയെ മത്സരിപ്പിക്കുവാൻ മിനി എന്നാണ് ആ സ്ഥാനാർത്ഥിയുടെ പേര്. കൃത്യമായും ഒരു വനിതാ പ്രതിനിധി തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. പ്രത്യേകിച്ച് വനിതാ ശാക്തീകരണമൊക്കെ നല്ല രീതിയിൽ നടക്കുന്നു എന്ന് പറയുന്ന ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഒരു വനിതയെ തന്നെ തിരഞ്ഞെടുത്തത്? തീർച്ചയായും ഈ വനിത ജയിച്ച് ഗ്രാമപഞ്ചായത്തിൽ എത്തുകയാണ് എങ്കിൽ നല്ല ശക്തമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ വേണ്ടി കഴിയുന്ന സ്ഥാനാർത്ഥിയാണ് എന്നുള്ള ഉത്തമമായ ബോധ്യം കൊണ്ടാണ് ഞങ്ങൾ വനിതാ പ്രതിനിധിയെ തന്നെ തിരഞ്ഞെടുക്കുവാൻ. ചേച്ചി, ഒരു പ്രത്യേകിച്ച് മറ്റുള്ള സ്ഥാനാർത്ഥികളെ പോലെയല്ല, കൃത്യമായി നിങ്ങളുടെ പ്രശ്നങ്ങൾ അറിയുന്ന
ഒരാളായി നിങ്ങളിൽ നിന്നുള്ള ഒരാൾ തന്നെയാണ് ജനപ്രതിനിധിയായി വരേണ്ടത്. അങ്ങനെ വരുമ്പോൾ ജനപ്രതിനിധിയായി കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നിങ്ങൾ അനുഭവിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? പ്രത്യേകിച്ച് ഒരു വനിത എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് അറിയാൻ പറ്റുന്ന ഒരാളെന്ന നിലയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇവിടെ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ ആദ്യം പരിഹരിക്കേണ്ടത്. ഒരു തുള്ളി വെള്ളം ഉണ്ടായാലും ജനുവരി മുതൽ കഴിഞ്ഞാൽ വെള്ളം ഉണ്ടാകും. നമ്മളിങ്ങനെ ഓരോ വീടുകളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സഹായിക്കാൻ ഇവർ ബോട്ടും വാങ്ങി പോകുന്നില്ല. പിന്നെ ഒരു ആകാലം തിരിഞ്ഞു നോക്കില്ല. പിന്നെ അടുത്ത പ്രാവശ്യം ബോട്ട് സമയത്താണ് അവർ ഇങ്ങോട്ട് പോയി. നമ്മളോട് പറയും അങ്ങനെ ഇതിലെ കിണർ വെച്ചിരും ടാങ്ക് വെച്ചിരും വീട് എടുത്തിട്ടുണ്ട്. പക്ഷേ പിന്നെ അവർ തിരിഞ്ഞു നോക്കൂല. ബോട്ടും വാങ്ങിയിട്ട് ഓരോ വാഗ്ദാനങ്ങൾ നിന്നിട്ട് പോകുമല്ലാതെ വേറൊരു കാര്യങ്ങൾ അവർ ചെയ്തു തരുന്നില്ല. ഇപ്പം ജനപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് ശരിക്കായിട്ടുള്ള നിങ്ങളുടെ പ്രശ്നങ്ങൾ ജനപക്ഷ മുന്നണിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ അവർ ഏതെല്ലാം രീതിയിലാണ് നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാറ്? ഏതെല്ലാം രീതിയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആദ്യം ഇങ്ങനെ ഓരോന്ന് പറയും. വന്നിട്ട് നമ്മളോട് കുറേ ആൾക്കാരൊന്ന് പറയലുണ്ട് ഇങ്ങനെ ചെയ്തു തരാമെന്നല്ല. ഇപ്പോൾ ഇതിൽ നിന്ന് കുറേ വഴക്കെല്ലാം കേട്ടിട്ടുണ്ട്. ഇങ്ങനെ നിൽക്കാണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്, നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറണം, നമ്മളിതുവരെ ചെയ്തെല്ലാം പറഞ്ഞാൽ ഇവർ ഇവിടെ അതിൻ്റെ ചീത്ത വിളിക്കലും ചെയ്തിട്ടുണ്ട് കുറേ ആൾക്കാർ. നിങ്ങൾക്ക് ബോട്ട് ചെയ്യാൻ ബോട്ട് ഒരു അഥവാ തോറ്റിട്ട് നിന്നോട് നിർത്തിക്കൂലെല്ലാം പറഞ്ഞ് കുറേ ഭീഷണിയുണ്ട് എല്ലാവരും കൂടെ വന്നിട്ട്. അപ്പോൾ ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കോളനിക്ക് കൊണ്ടിരുന്നു പുറമേക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന എല്ലാം ഞാൻ ചെയ്തു കൊടുക്കും. എല്ലാവരും എൻ്റെ കൂടെ ഈ കോളനി മൊത്തമുള്ള ജനങ്ങളുണ്ട്. പിന്നെ ഇപ്പം പുറമെ ഇപ്പോൾ എനിക്ക് നല്ല വാഗ്ദാനങ്ങൾ തന്നത്, നിങ്ങളെ നിൽക്കണം, നിങ്ങളെ ചെയ്യണം, നിങ്ങളിലൊരാളെ നിൽക്കുന്നത് നല്ലത്, മറ്റുള്ളവർക്ക് നിങ്ങൾ വോട്ട് ചെയ്യാനേ പാടില്ല, വോട്ട് വെച്ചിട്ടുണ്ട് അവരോട് നിങ്ങൾ വഴക്ക് പറഞ്ഞു വിടണം അവരെല്ലാം പറഞ്ഞത്. നേരത്തെ പറഞ്ഞതുപോലെ